ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ രാവിലെ നമ്മളൊരു 6:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജനലൊക്കെ തുറന്ന് ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ കിച്ചണിൽ കയറി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. കൂടെ നമ്മൾ പുട്ടായിരുന്നു. അപ്പോൾ പുട്ടും ചിക്കൻ കറിയും നമ്മുടെ ദേശീയ ഭക്ഷണമാണ് കേട്ടോ. ഒട്ടുമിക്കപ്പോഴും നമുക്ക് ഇത് തന്നെയായിരിക്കും. ഇക്കൊക്കെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കോമ്പിനേഷനായിട്ട് ചിക്കൻ കറി തന്നെ വേണം. അങ്ങനെ നമ്മൾ പുട്ടും ചിക്കനും ഒക്കെ കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഉച്ചക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയപ്പോൾ ഇക്ക പറഞ്ഞു വേണ്ട, കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക വന്നപ്പോൾ ഹൈദരാബാദി ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒന്നാന്തരം മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. കൂടെ നമ്മൾ സാലഡും പിന്നെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു. ഇത് ഗ്രേവിയാണോ ചട്നിയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ മല്ലിയിലയുടെയും അതുപോലെ തന്നെ പുതിനയിലയുടെയും ഒക്കെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ 2 ബോക്സ് ആട്ടോ കൊണ്ടുവന്നത്. പക്ഷേ ഒരു ബോക്സ് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ വലിയ കൂടുതലൊന്നും തോന്നിയില്ല കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റും ആയിരുന്നു. മട്ടനൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. റൈസൊക്കെ ആണെങ്കിലും നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു. മട്ടനും നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എരിവ് വാവയ്ക്ക് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ആൾക്കത് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഞങ്ങളെ ഇതിൽ കറക്റ്റായിരുന്നു. അങ്ങനെ വാവയ്ക്ക് വേണ്ടി വേറെ ചോറും അതുപോലെ തന്നെ ക്യാരറ്റ് മെഴുക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നേരെ കിച്ചണിൽ കയറി കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കപ്പയൊക്കെ ഒന്ന് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. നേരത്തെ ഒന്നും ഇക്കാക്ക് കപ്പയൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. രാവിലത്തെ ചിക്കൻ കറി മിച്ചവും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കപ്പ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചിക്കൻ വെച്ച് ബിരിയാണി ആക്കിയാൽ കുളമാകുമോ എന്ന് പേടിച്ച് ഇതുപോലെ സെപ്പറേറ്റ് ഒഴിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. കപ്പ പിന്നെ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കപ്പയുടെ ഭയങ്കര ഫാനാണ് കേട്ടോ. അതിനുശേഷം മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്കും പിന്നെ ടേസ്റ്റിനും വേണ്ടി ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ 4 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കുവാണ്. അപ്പോൾ നല്ല കടിഞ്ചായ ഉണ്ടായിരുന്നു. അതുപോലെ കപ്പയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് കപ്പയായിരുന്നു. ചില സമയമൊക്കെ കപ്പ മേടിക്കുമ്പോൾ ഒട്ടും കൊള്ളാത്തതായിരിക്കും കേട്ടോ. പക്ഷേ ഇത്തവണ നല്ല അടിപൊളി കപ്പയായിരുന്നു. അതിനുശേഷം രാത്രിയൊക്കെ ആയ ടൈമിൽ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഇക്ക ബ്രോസ്റ്റഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ കുബൂസും മയോണൈസും ഫ്രഞ്ച് ഫ്രൈസും ബ്രോസ്റ്റഡും അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ മിക്കവാറും ഈ ഒരു കടയിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടി നമുക്ക് മിറിൻഡയും ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ ഇക്കാക്ക് ചിപ്സ് കഴിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഫ്രിഡ്ജിൽ കായിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇക്കാണ് ആഗ്രഹം പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കും ഫ്രൈഡ് ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത്ര ഹെൽത്തി ഒന്നും അല്ലെങ്കിലും നല്ല ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതെ കിട്ടി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. അങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്ത് നേരെ റൂമിലെത്തിയപ്പോൾ ആദ്യം തന്നെ വാവയാണ് കേട്ടോ എടുക്കുന്നത്. പക്ഷേ ആൾ എടുത്തിട്ട് നേരെ വാപ്പിക്ക് കൊടുക്കുകയാണ് കേട്ടോ. ആൾക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ആർക്കെങ്കിലും ഇങ്ങനെ വായി വെച്ച് കൊടുക്കാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മളെ വിശേഷം കാര്യങ്ങളും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.